എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? സോറി, ശബ്ദം ഒരടവ്. അപ്പോൾ ഇന്ന് അധികം വൈകിക്കുന്നില്ല, ചുറ്റാറ്റൊക്കെ പിന്നീട് കേട്ടോ. അപ്പോൾ ഇനിയത്തെ ഒരാഴ്ച കുറച്ച് തിരക്കിലാണ്. ഓക്കെ, വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കും ഈ ഒരാഴ്ച. ഇടയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഒരു ചെറിയ യാത്രയുടെ ആവശ്യം വരുന്നുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഞാൻ രാവിലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഡിസ്കസ് ചെയ്യാറുള്ളത് എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് നോക്കാറുള്ളതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് നമുക്കത് തന്നെ നോക്കാം. കൂടുതലായിട്ട് ഇപ്പോഴായിട്ട് ഫീലിങ്സും തോട്ട്സും ഒക്കെ എടുക്കുമ്പോൾ വേറെ വേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത് കാരണം കുറേ പേരുടെ എനർജീസ് എക്സ്ട്രാ കണക്റ്റ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്തായിരിക്കും എന്തെങ്കിലും തീരുമാനം അവരുടെ ഫ്രണ്ട്സിനോട് അറിയിക്കുന്നുണ്ടോ, അങ്ങനെ നമുക്ക് നോക്കാം. എനിക്ക് കുറച്ചൊരു സമയം കൂടി തരാം. അതിനുശേഷം ഞാൻ ആൽഫബറ്റ് റീഡിംഗ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിനോട് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലീസ് ഗൈഡ്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിനോട് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. എടുക്കണേ. 10 of swords, okay. Hanged man, King of Pentacles, Lovers, Hermit, Intuitive, Strength, Sun, World, Knight of Swords, Magician, 3 of Cups, King of Wands, bottom of the deck വന്നിട്ട് Ace of Swords. എന്ത് പറ്റി നിങ്ങളുടെ പേഴ്സൺ ഇൻ പെയിൻ അങ്ങനെയൊക്കെ കാണുന്നല്ലോ. ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം കേട്ടോ. രാവിലത്തെ കുറച്ച് കാർഡ്സ് വന്നിട്ടുണ്ട് ഇപ്പോഴും. ക്ലാരിഫൈ 10 of Swords. Please clarify 10 of Swords. Please clarify 10 of Swords. കാണാൻ വരണം എന്നൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് കേട്ടോ. King of Swords. Okay, 8 of Wands, good. Wheel of Fortune. Okay. ഇവിടെ അവർ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് വഴക്കിട്ടിട്ടുണ്ട്. ഒരു ഈഗോ പ്രശ്നം മൂലം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാതിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്ത് പോയി കാണും. അതിനെക്കുറിച്ച് ഇവർ വേദനയോടെ പറയുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറയില്ലേ, വഴക്കിട്ടു എന്ന് പറയില്ലേ. അവിടെ ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്ന ഈ സമയം മാറി വരും. ഞാൻ ഭയങ്കര വേദനയിലാണ്. അവർക്ക് ഭയങ്കര വേദന തോന്നുന്നുണ്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ വരാൻ വേണ്ടി, ബ്ലോക്ക് മാറ്റിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയാണ്, സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. സംസാരം വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ, പിണങ്ങിയിരിക്കുകയാണെങ്കിൽ പിണക്കം മാറ്റാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ശരിയാവും, അത് പോസിറ്റീവായിട്ട് തന്നെ വരും. അവർ ദേഷ്യം മാറി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഇവർ പറയുകയാണ് കേട്ടോ. ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. അജിറ്റേറ്റഡ് ആണ്. കാർഡ്സ് ഒന്നടങ്കം താഴെ പോയി നിൽക്കും കേട്ടോ. ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. Ace of Cups, okay. Oh, Ace of Cups, Lovers, and 3 of Wands. Acho.
ഇവിടെ 2 സിനാറിയോ നമുക്ക് എടുക്കാം. ഒന്നാമത് ഇവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, പക്ഷേ ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സ് ഒളിപ്പിക്കേണ്ട കാർഡായതുകൊണ്ടാണ് ഏറ്റവും അടിയിൽ വെച്ചത് കേട്ടോ. അതൊന്ന് അറേഞ്ച് ചെയ്ത സമയം എടുത്താണ്. ഇവിടെ ഏസ് ഓഫ് കപ്സും ലവേഴ്സും വെച്ചിട്ട് ഇവർക്ക് ഇതിൽ കൂടുതൽ ഇനി സ്നേഹം പ്രകടിപ്പിക്കാനോ പറയാനോ ഇല്ല. അത്രയ്ക്ക് സ്നേഹമാണ് ഇവർക്ക് മനസ്സിൽ. പക്ഷേ ഇവിടെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നത് 2 സിനാറിയോ നമുക്ക് എടുക്കാം. ഒന്ന്, ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്. ഇവർക്ക് ട്രാവൽ ചെയ്ത് മാത്രമേ നിങ്ങളെ വന്ന് കാണാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ സാധിക്കാറുള്ളൂ. അത് എപ്പോഴും സാധിക്കാറില്ല താനും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റക്ക് ഫീലിംഗ്, ഡിസ്റ്റൻസ് കാരണം ഒരു സ്റ്റക്ക് ഫീലിംഗ് ആയിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സിനാറിയോ. രണ്ടാമത്, ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫാമിലി, ഏത് തരം ഫാമിലിയും ആവാം അല്ലേ. സ്പൗസ് ആവാം, പാരൻസ് ആവാം. എന്തെങ്കിലും എതിർപ്പ് അവിടെ ഉണ്ടായിരിക്കും. അത് കാരണം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നു. പക്ഷെ മനസ്സിൽ ഒരുപാട് സ്നേഹം തന്നെയാണ്. ഓക്കെ, അടുത്തത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, അവിടെ ദ ഫൂൾ, കിങ് ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ പ്രശ്നം, ഇവർക്ക് എടുത്തു ചാടി ഒന്നും തീരുമാനിക്കാൻ സാധിക്കില്ല. സ്നേഹം മനസ്സിലുണ്ട്, ഒരുപാട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു ആളുടെ കണക്ഷനാണ് അവിടെ കേട്ടോ. കാരണം അവിടെ ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇവരുടെ ചെയ്ത് തീർക്കാനുണ്ട്. ഇവരുടെ ചുമലിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിച്ച് മുന്നോട്ട് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? അവിടെ ഒന്ന് ആലോചിച്ച് മാത്രമേ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റൂ. സാമ്പത്തികം തന്നെയാണ് മെയിൻ പ്രശ്നം. അവർ ജോലിയിൽ കുറച്ച് ശ്രദ്ധിക്കുന്നതായിട്ടും കടങ്ങൾ തീർക്കാനും അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ആ സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് അവരുടെ ചിന്ത. കാരണം സ്നേഹം ഉണ്ട് അവിടെ. Clarify lovers. Clarify lovers. Clarify lovers. Clarify lovers. ഇത് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നതാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. അതായത് അവിടെ സിറ്റുവേഷൻ എന്തായാലും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് അവരെ ബോദർ ചെയ്യുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിരിക്കുകയാണ് എന്നിവർ ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നു. അങ്ങനെ വേണം എടുക്കാൻ കേട്ടോ. ഞാൻ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഇവിടെ എന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവിടെ പ്രശ്നം. അത് ഇവരുടെ ഫ്രണ്ടിനും അറിയായിരിക്കും. അപ്പോൾ ഇവർ പറയുന്നത് എനിക്ക് ഒരുപാട് സ്നേഹമാണ്, പക്ഷേ ഈ പ്രശ്നങ്ങൾ കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നതായിട്ട് അങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ, ലവേഴ്സിൻ്റെ കാര്യത്തിൽ അവരെന്താ പറയുന്നത് നോക്കാം. ക്ലാരിഫൈ ലവേഴ്സ്. ക്ലാരിഫൈ ലവേഴ്സ്. ഫ്രണ്ട്സിനാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും അല്ലേ. ക്ലാരിഫൈ ലവേഴ്സ്. ക്ലാരിഫൈ ലവേഴ്സ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. 4 ഓഫ് വാൻഡ്സ് ആൻഡ് ഡെത്ത്. അത് കാർഡ് താഴെ പോയി കേട്ടോ, ഞാൻ എടുക്കുന്നുണ്ടേ. ഡെത്ത്. അതായത് നിങ്ങളുമായൊരു പുതിയ തുടക്കം വേണം. കാരണം ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുമായൊരു പുതിയ തുടക്കം വേണം. ഒരു കല്യാണം, പ്രപ്പോസൽ ഒക്കെ തന്നെയാണ്, ഒരു പുതിയ ലൈഫ് നിങ്ങളുമായിട്ട് ഒക്കെ തന്നെയാണ് ഈ ഗ്രൂപ്പുകാർ ആലോചിക്കുന്നത്. ഓക്കെ, അവർക്ക് സംശയമൊന്നുമില്ല. കാരണം നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ഇങ്ങനെ പ്രപ്പോസലായിട്ട് പോകാൻ തീരുമാനിച്ചു എന്ന്, ഒരു പുതിയ തുടക്കം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നു. ക്ലാരിഫൈ ഹെർമിറ്റ്. ക്ലാരിഫൈ ഹെർമിറ്റ്. ക്ലാരിഫൈ ഹെർമിറ്റ്. ഓ, 3 ഓഫ് സ്വാർഡ്സ്, ടവർ, ഹെർമിറ്റ്, വീണ്ടും ഹെർമിറ്റ്. ഇതൊരു ബ്രേക്കപ്പ് ആയ ആളുടെ സിറ്റുവേഷൻ ആണ് കേട്ടോ.
അത് ഇവർ വളരെ വിഷമത്തോടെ ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ ബ്രേക്കപ്പ് ആയ സിറ്റുവേഷനെ കുറിച്ചിട്ട് പറയുകയാണ്. ലൈക്ക് ഇപ്പോൾ ടവർ മൂമെൻ്റ് ആണ് ഞങ്ങളുടെ ഇടയിൽ, ബ്രേക്കപ്പായി ഇവരാകെ ഒറ്റപ്പെടൽ, അതിൽ നിന്നും പുറത്ത് വരാൻ കഴിയാതെ ഇവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഇവർ മാനസികമായിട്ട് ഒറ്റപ്പെട്ടിരിക്കില്ലേ, തകർച്ച ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഇവർ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നതായിട്ടാണ്. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നെയാണ് അവിടെ. ഓക്കെ, ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്, clarify strength, clarify strength. Three of Cups, okay, Ace of Swords, and bottom of the deck Queen of Pentacles. എന്ന് വെച്ചാൽ ഇവിടെ അവർ പ്രപ്പോസ് ചെയ്ത് കാണും. ഓക്കെ, നിങ്ങൾ അവരെ ഫ്രണ്ട്സായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം നിങ്ങളുടെ കരിയറിലൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾക്കും ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങളും നിങ്ങളുടെ കരിയറിലും അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ മറുപടി പറഞ്ഞു കാണും. ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കാണും. അത് ഇവരുടെ ഫ്രണ്ടിനോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത് വരെ, അതായത് ഇവർക്ക് ഒരു നമ്മളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഒരു തീരുമാനം ഇവരെടുക്കുന്നത് വരെ ഞാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിനോട് പറയുകയാണ് കേട്ടോ. ക്ലാരിഫൈ ദി സൺ, ക്ലാരിഫൈ ദി സൺ. നിങ്ങളെങ്ങനെ വിട്ട് കളയാൻ അവർ തീരുമാനിച്ചിട്ടില്ല. ക്ലാരിഫൈ ദി സൺ. ഓക്കെ, 10 of Cups, ജഡ്ജ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ്. അവിടെ കേസാണ് കേട്ടോ. കേസിന് ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടിയിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ്. അവർ വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇവരുടെ ഫാമിലിയുടെ അടുത്തും ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുകയാണ് ആ കേസ് സെറ്റിലായിട്ടുണ്ട്. സെപ്പറേഷൻ കേസൊക്കെ ആയിരിക്കണം, അത് പ്രോപ്പറായിട്ട് സെറ്റിലായിട്ടുണ്ട് എന്നവർ വളരെ സന്തോഷത്തോടെ അവരുടെ ബാക്കി ഫാമിലിയുടെ അടുത്തും ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പ്രോപ്പർ സെറ്റിൽമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തടസ്സമില്ല എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട്. ഓക്കെ, ക്ലാരിഫൈ ദ വേൾഡ്. വേൾഡ് ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്. ക്ലാരിഫൈ ദ വേൾഡ്, ക്ലാരിഫൈ ദ വേൾഡ്. Knight of Swords, Magician and the Sun. അത് ലോങ് ഡിസ്റ്റൻസ് ആണ്, പക്ഷെ അവർ തുടർച്ചയായിട്ട് നിങ്ങളെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം നിങ്ങളെ വന്ന് കാണണം എന്നാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണ്, എബ്രോഡൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഭയങ്കര പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. ഇത് നിങ്ങളുടെ സ്പൗസും ആയിരിക്കാം കേട്ടോ. ഒരു വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്ന് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സ്പൗസ് ലവറൊക്കെ ആണെങ്കിൽ ഇവർ ചിലപ്പോൾ ഒരു ലീവൊക്കെ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി പറയാൻ ലീവിന് പോവാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്നതായിട്ടും കാണുന്നു. Clarify Knight of Swords, clarify Knight of Swords, clarify Knight of Swords, clarify Knight of Swords. Six of Pentacles, King of Wands, the Fool. വേറെ ഡെക്ക് എടുത്തു കേട്ടോ ഞാൻ. 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം. ഇവർ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. ഇനി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നതായിട്ട് കാണുന്നു. ഒരു തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, പോസിറ്റീവ് തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരെടുത്തിട്ടുണ്ട്. ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദ മജീഷ്യൻ, clarify the magician, clarify the magician.
Queen of Cups, Seven of Cups, Page of Pentacles. ഇവർ ജോലിയുടെ ഇടയിൽ ഇരുന്നിട്ട്, നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ജോലിയിലായിരിക്കും. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ പറ്റിയിട്ട് ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവർക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോടല്ലേ നമ്മൾ സംസാരിക്കുക, ഓഫീസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് സംസാരിക്കുന്നതായിട്ട്, നിങ്ങളെപ്പറ്റി ഇമോഷണലായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു കാണും. ആ മെസ്സേജിനെ കുറിച്ച് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതുമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. ബാക്ക് ഓഫ് ദി മൈൻഡിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. ഹൈലി ഇമോഷണലായിട്ട് സംസാരിക്കുന്നതായിട്ടും നിങ്ങളുടെ മെസ്സേജ് ഡിസ്കസ് ചെയ്യുന്നതുമായിട്ടുമാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ 3 of Cups, ക്ലാരിഫൈ 3 of Cups, ക്ലാരിഫൈ 3 of Cups. Knight of Wands, 3 of Pentacles, okay, 2 of Cups. ഇവിടെയും ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പഴയൊരു ഫ്രണ്ടായിരിക്കും കേട്ടോ. ഇത് എന്താ പറയുക, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ പറ്റിയിട്ടായിരിക്കും. ലോങ് ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു ഫ്രണ്ട്, മാരീഡും ആയിരിക്കും. മാരീഡായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളെ വിട്ട് ദൂരെ താമസിക്കാൻ പോയതൊക്കെ ആയിരിക്കും. അവിടെ വീണ്ടും ഒരു റീയൂണിയൻ നിങ്ങളുടെ ഇടയിൽ വരുന്നതായിട്ടോ, ചിലപ്പോൾ ഒരു കോളേജ് സ്കൂൾ റീയൂണിയൻ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. എവിടെയോ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ കാണാൻ സാധ്യതയുണ്ട്. അവർ ഈ റീയൂണിയന് വേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നതായിട്ടും, ഈ ഫ്രണ്ട്, ഈ പെർട്ടിക്കുലർ ഫ്രണ്ട് അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഇവരെവിടെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്, അവിടെ അവരുടെ മറ്റു ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരോട് പറയുകയാണ് എൻ്റെ ഈ പഴയ ഫ്രണ്ടിനെ കാണാൻ റീയൂണിയന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പറയുന്നതായിട്ടാണ് കാണുന്നത് അവിടെ. ഇത് നോട്ട് നെസസറിലി നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് എന്നാണ് കാണുന്നത്. ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്. Nine of Cups, Nine of Pentacles, okay, 2 of Pentacles. പെൻറ്റക്കിൾസ് ആണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇവർക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നടന്നിട്ടുണ്ട്. അതായത് ഇവർ ചിരകാലമായി ആഗ്രഹിച്ച ഒരു അച്ചീവ്മെൻറ്റ് ഇവരുടെ ജോബിൽ, എസ്പെഷ്യലി ജോബിൽ, കാരണം 9 of Pentacles ആണ് വന്നിരിക്കുന്നത്. ആ ഒരു അച്ചീവ്മെൻറ്റ് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അവിടെ, പക്ഷേ ഇവർ ഇത് ആദ്യമായിട്ട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. ഓക്കെ, 9 of നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അത് ജോബ് റിലേറ്റഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. പറയാം, ഒരു പക്ഷേ ഒരു പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാലറി കൂട്ടി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു മാറ്റം കിട്ടിയതായിരിക്കാം. അങ്ങനെ എന്തോ ഒരു അച്ചീവ്മെൻറ്റ് ഇവർക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യം നിങ്ങളുമായിട്ട്, കാരണം നിങ്ങളോട് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് വേണം ഇതാദ്യം പങ്കുവയ്ക്കാൻ, ആദ്യം ആഘോഷിക്കാൻ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും, ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്, അത് ഓഫീസ് ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനോടും ഇവരിങ്ങനെ പറയേണ്ടത്, എനിക്ക് ആദ്യം ഇവരെയാണ് വിളിച്ച് പറയേണ്ടത്. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ഉടനെ അടുത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ, അവരോട് പറയുന്നത് എനിക്ക് ഇന്ന പേഴ്സണോട് വേണം ഇതാദ്യം പറയാൻ എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ഈസ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് സോർട്സ്. 5 of Swords, 9 of Swords, 8 of Swords. അവിടെ എല്ലാം സോർട്സാണ്. ഇവരാകെ എന്താ പറയുക, സ്ട്രെസ്സിലും ഇതിലുമൊക്കെ ആയിട്ട് എന്താ പറയുക, ഒരു തടസ്സം, ടെൻഷൻ, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഫേസ് ചെയ്യുകയാണ്. എന്തൊക്കെയോ തടസ്സങ്ങൾ അവർക്ക് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുണ്ട്. ഗിവ് മീ മോർ കാർഡ്സ് ഫോർ ദിസ് സെറ്റ്. എന്ത് മെൻ്റൽ ക്ലാരിറ്റിയാണ് അവർക്ക് കിട്ടിയത് ഡിവൈൻ? എന്ത് തരം മെൻ്റൽ ക്ലാരിറ്റിയാണ് അവർക്ക് കിട്ടിയത്?
ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആൻസൈറ്റി ഫീൽ ചെയ്യാൻ കാര്യം? ടവർ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് ഒരു കാർഡ് കൂടെ എടുക്കാം, 7 ഓഫ് വാൻഡ്സ് ഗോയിങ് അവേ ആണ്. അതായത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നിങ്ങൾ ഇവരുടെ അടുത്ത് വ്യക്തമായിട്ട് അനൗൺസ് ചെയ്ത് കാണും ഇനി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് രമ്യതയിൽ പിരിയാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കാണും. ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നിങ്ങളുടെ ഇടയിലുള്ള ടവർ മൂവ്മെൻറ്റ് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇങ്ങനെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയാൽ നമ്മൾ ഫ്രണ്ടിനോട് തന്നെയാണല്ലോ പറയുക, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, അവർ മൂവ് ഓൺ ചെയ്തു പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർക്ക് ആൻസൈറ്റി ആണ്, അതിൽ നിന്നും പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കിടക്കാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആയോ അത് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ആയിരിക്കുമോ മറ്റേത് എൻ്റെ ആയിരിക്കും അങ്ങനെ വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്, കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന അത്രത്തോളം മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിങ്ങിൽ കൂടെ മാത്രമേ നിങ്ങളുടെ എക്സാക്റ്റ് സിനാറിയോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇന്നും കൂടെ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ട. നാളെ മുതൽ 1 വീക്ക് പേഴ്സണൽ റീഡിങ് ഇല്ല. അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ മാത്രം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജനറൽ റീഡിങ് കണ്ടിട്ട് സ്ട്രെസ്സായിട്ട് ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും ആവരുത് കേട്ടോ. ഡിവൈനെ ഉറച്ച് വിശ്വസിക്കുക. ഒരു ചക്രം എന്നും താഴേക്ക് മാത്രം നിൽക്കില്ല, അത് കറങ്ങി മേലേക്കും വരും. അപ്പോൾ ഡിവൈൻ വിചാരിച്ചാൽ മാറാത്ത ഒരു സിറ്റുവേഷൻ ഈ ലോകത്തില്ല അല്ലേ. അപ്പം അങ്ങനെ ഉറച്ച് വിശ്വസിച്ച് പോസിറ്റീവ് തിങ്കിങ്ങിൽ തന്നെ ഇരിക്കുക, മനസ്സിനെ ധൈര്യമാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണും വരെ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്ത് തരണേ, എന്നാലേ നമ്മുടെ വീഡിയോക്ക് ഇച്ചിരി റീച്ചബിലിറ്റി കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. എപ്പോഴും പ്രാർത്ഥനയിലും മെഡിറ്റേഷനിലും ഒക്കെ ഇത്തിരി ശ്രദ്ധിക്കുക, എല്ലാം ശരിയായി തന്നെ വരും. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ്. ബൈ.